ഹായ് എവ്രി വൺ. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാൻ ഇന്നൊരു വ്ളോഗ് എടുക്കുകയാണ്. അപ്പോൾ ഇന്ന് ശരിക്കും ഞാൻ വ്ളോഗ് എടുക്കാനുള്ള ഐഡിയ വെച്ചതെന്ന് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാനുള്ള ബാഗ് പ്രിപ്പറേഷനാണ്. പക്ഷേ അതിന് മുമ്പേ ഞാനൊരു വ്ളോഗ് എടുക്കാനും പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് യോജിക്ക് അറിയത്തില്ല. അപ്പോൾ അതാണ് ആദ്യം എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാനുള്ളൊരു ബാഗ് ആദ്യം എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. കാണാമോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതാണ് ഹോസ്പിറ്റൽ ബാഗ്. അപ്പോൾ ആ ഒരു ബാഗ് പ്രിപ്പയർ ചെയ്യാനുള്ള വ്ളോഗാണ് ഇന്ന് ഐഡിയ പറഞ്ഞേക്കുന്നത് യോജിയോട്. പക്ഷേ സോറി ഗൈസ്, ഞാൻ DJ Osmo Pocket 3 ആദ്യമായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ മൈക്കും വെച്ചിട്ടുണ്ട്. സൗണ്ട് ക്ലാരിറ്റി എങ്ങനെയുണ്ടെന്ന് വ്ളോഗ് കാണണം ഇനി അറിയാൻ. അപ്പോൾ എന്തായാലും ഞാൻ ചെയ്യാനിരിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ പ്രഗ്നൻസി ജേർണി അതിനെക്കുറിച്ചുള്ള ഓപ്പോസിറ്റാണ് പറയാൻ പോകുന്നത്. അതായത് ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് ഇപ്പോൾ യോജി റിയാക്ഷൻ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോയുടെ വ്ളോഗ് എടുക്കാൻ വേണ്ടിയാണ് വിളിക്കുകയെന്ന് പറഞ്ഞാണ് ഞാൻ ഇപ്പോൾ വിളിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ വിളിക്കട്ടെ. അവിടെ ലിയാനും ഗെയിം കളിച്ചുകൊണ്ടിരിപ്പുണ്ട്. എടാ വ്ളോഗ് എടുക്കണ്ടേ? ബാ നമുക്ക് ബാഗ് പാക്ക് ചെയ്യാം. ബാ അവൻ എന്ത് ചെയ്യുന്നു? ഗെയിം കളിക്കുന്നോ? ഓക്കെ, നമുക്ക് ആ ടൈം നോക്കി സാധനം റെഡിയാക്കാം. അതിന് മുമ്പേ ജസ്റ്റ് ഒന്ന് വ്ളോഗ് ഒന്ന് സെറ്റ് ചെയ്യട്ടെ ക്യാമറ. ഓയ്യാ, അപ്പോൾ വീട്ടിൽ ഞാൻ ആദ്യം പ്രഗ്നൻസിനെ കുറിച്ചൊന്ന് ഉള്ള അപ്ഡേറ്റ് അവർക്ക് അറിയണ്ടേ. കുറേ നാളായില്ലേ നമ്മൾ വല്ലതും പറഞ്ഞിട്ട്. അപ്പോൾ ഗൈസ്, ഈ പ്രഗ്നൻസി ജേർണീനെ കുറിച്ച് ഞാൻ പറയാതിരിക്കുമായിരുന്നു. അപ്പോൾ വളരെ എളുപ്പമായിരുന്നു, എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. ആദ്യം തൊട്ട് ആക്ച്വലി ഞാൻ ഇപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് പോലും എനിക്ക് അറിയാൻ പോലും പറ്റുന്നില്ല. അത്രയ്ക്കും എളുപ്പമാണ് എൻ്റെ ലൈഫ് ഇപ്പോൾ. വളരെ സിമ്പിളായിട്ടുള്ള ലൈഫാണ്. യൂഷ്വലി ഞാൻ രാവിലെ ഒരു 5-5:30 ആകുമ്പോൾ എണീച്ച് കുറച്ച് നേരം വർക്കൗട്ട് ചെയ്യും. ഒരു 1.5 മണിക്കൂർ വർക്കൗട്ട് ചെയ്യും. അല്ലല്ല 5:30. അപ്പോൾ എണീച്ച് വർക്കൗട്ട് ചെയ്യാറുണ്ട്. അതിനുശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും, ജോലിക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ച് ഉണ്ടാക്കും. എന്നും ഡെയിലി ഞാൻ എണീച്ചുണ്ടാക്കാറുണ്ട്. അപ്പോൾ യോജി ഭയങ്കര ഉറക്കത്തിലായിട്ട് പിന്നെ ഇതൊന്നും അറിയാൻ പറ്റത്തില്ല. ഞാൻ ഭയങ്കര ക്വയറ്റായിട്ട് ഇതൊക്കെ ചെയ്യുന്നത്. ആകെ ഇപ്പുറത്തെ മുറിയുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ എണീച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും. പിന്നെ രാവിലെ എണീച്ചിട്ട് എനിക്ക് ചായ ഇടണോ കോഫി ഇടണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാത്തന്നെ ഞാൻ ജസ്റ്റ് വെയിറ്റ് ചെയ്യും. എല്ലാം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ വിളിച്ച് എണീക്കുന്നത്. കോഫി വേണോ ചായ വേണോ ചോദിക്കാൻ വേണ്ടിയിട്ട്. യൂഷ്വലി കോഫിയാണ് പറയുന്നത്. അപ്പോൾ കോഫി ഇട്ട് കുടിച്ചിട്ട് വേണം യോജിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ. ചില സമയത്ത് ഞാൻ വാരിക്കും കൊടുക്കും കേട്ടോ. കാരണം വെറുതെ ഇതിന് രാവിലെ കൈ അഴുക്കാക്കുന്നത് യുനോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ലഞ്ച് ഞാൻ ജോലിക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ചൊക്കെ ഞാനാണ് പാക്ക് ചെയ്ത് വെക്കുന്നത്. പിന്നെ ലിയാനും സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതിനുശേഷം എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ രാത്രി ഇങ്ങനെ കിടന്നിട്ട് എണീക്കുമ്പോൾ കാലൊക്കെ വേദനിക്കണോണ്ട് മസാജൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് ഞാൻ നിനക്ക്. കാലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് മസിലൊക്കെ ഒന്ന് പിടിച്ച് ഇവിടെയൊക്കെ മസാജൊക്കെ ചെയ്ത് കൊടുത്ത് ജോലിക്ക് റെഡിയാക്കി. ചില സമയത്ത് ഞാൻ കുളിപ്പിച്ചൊക്കെ കൊടുക്കാറുണ്ട്. കുളിച്ച് വൃത്തിയാക്കിയിട്ട് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കാറുണ്ട്. ഇതെല്ലാം ഞാൻ ഒരു 1.5 മണിക്കൂറിൽ എല്ലാ പരിപാടിയും ചെയ്ത് തീർക്കാറുണ്ട്. 5:30 എണീച്ചിട്ട് അതിനുശേഷമുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഭയങ്കര ഒരു സിമ്പിളായിട്ടുള്ള പ്രഗ്നൻസിയാണ് യോജിക്ക്. പിന്നെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഓർമ്മിക്കും, ഇനി കുറച്ച് നാളും കൂടി ബാക്കിയുള്ളൂ അല്ലേ എന്ന്. കാരണം എനിക്ക് അത്രയ്ക്ക് അറിയാൻ വയ്യ. ഒരു ഡിഫിക്കൽട്ടി ഒന്നുമില്ല, ഛർദിലില്ല, വേദനയൊന്നുമില്ല, മസാജിൻ്റെ ആവശ്യമേ ഇല്ല എനിക്ക്. അതെ. അപ്പോൾ അതായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഇതിനെ കുറിച്ച്? സത്യാവസ്ഥ
തമാശ, ഇതാണ് സത്യം. ഇതിന്റെ സത്യാവസ്ഥ രാവിലെ 7 മണിക്ക് ഞാൻ എഴുന്നേക്കും, കോഫി ഇടും, അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ്, അത് കഴിഞ്ഞിട്ട് ചെറുക്കനെ കൊണ്ടുപോകാനുള്ള ഫുഡ് ഉണ്ടാകും. അതുണ്ടാക്കി പാക്ക് ചെയ്തതിനു ശേഷം രാവിലെ 7 മണിക്ക് തന്നെ എണീച്ച് 8 മണിക്കൊക്കെ ആവും ഡ്യൂട്ടിക്ക് കൊണ്ടുപോകും. അന്നേരം 7 മണി തന്നെ എണീച്ച് വാഷ്റൂമിൽ കയറി കഴിഞ്ഞാൽ 7:45 ഒക്കെ കഴിയുമ്പോൾ ഇറങ്ങും. എന്നിട്ട് സത്യാവസ്ഥ ഒരു കാര്യം, ലിയാനെ അവളാ ഒരുക്കുന്ന രാവിലെ. നീ ഒരുക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ അപ്പോഴത്തെ ലഞ്ചും പാക്ക് ചെയ്ത് എനിക്കും പോകാനുള്ളത് ഈ രണ്ടിനെയും പറഞ്ഞു വേണ്ടിയിട്ടാണ് ഞാൻ റെഡിയാവാൻ പോകുന്നത്. ചുമ്മാ തള്ളാതെ. ആ പുള്ളിനെ ജോലിന്ന് പറഞ്ഞു പോന്നാ പറഞ്ഞേക്കുന്നത്, ലേറ്റായി ചെന്ന് കഴിഞ്ഞാൽ. എന്നിട്ട് ഞാൻ ചെയ്യും. എന്നിട്ട് തിരിച്ച് ഞാൻ വന്നിട്ട് അത് പറയാൻ വിട്ടുപോയി. സപ്പർ ഞാൻ ഓൾറെഡി UG എത്തുന്നതിന് മുമ്പേ ഞാൻ സപ്പർ ഉണ്ടാക്കി വെക്കും, പിന്നെ പാത്രങ്ങളെല്ലാം കഴുകി വെക്കും, പിന്നെ എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. അത്രയ്ക്കും കാര്യങ്ങൾ ഞാനാണ് ചെയ്യുന്നത്. എത്ര സ്പൈസസ് ഉണ്ട്? സ്പൈസസ് അതാരാ? അത് കഴിഞ്ഞിട്ട് ഞാൻ ജോലി കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് സപ്പറിന് വേണ്ടിയിട്ടുള്ള എല്ലാം റെഡിയാക്കി സപ്പർ കഴിച്ച് പാത്രമൊക്കെ പിന്നെ കഴുകത്തുള്ളൂ. അതെല്ലാം നാളെ മരുന്നുള്ളത് കഴുകിയിട്ട് അതുവരെ തലേന്ന് കഴിവുള്ള പാത്രങ്ങൾ ഫുള്ള് കഴുകിയിട്ട് പിന്നെ എൻ്റെ ജോലി എന്ന് വെച്ചാൽ മസാല ചെയ്യാം. ഞാൻ ഈ പണി ഒരു പാർലർ ചെയ്തായിരുന്നെങ്കിൽ, ഒരു സ്പായി ചെയ്തായിരുന്നെങ്കിൽ എനിക്ക് കുറഞ്ഞത് $2000 കിട്ടിയേനെ. പ്രഗ്നൻസി എന്ന് തുടങ്ങിയോ ആദ്യത്തെ 3 മാസം വലിയ കുഴപ്പമില്ലെങ്കിലും അത് കഴിഞ്ഞ് ഛർദിൽ തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ അവള് കട്ടിൽ കണ്ട ശവമാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം മസാജ്. കൈക്ക് വേദന, കാലിന് വേദന, വയറിന് വേദന, എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം വേദന. അവിടെ തൊട്ട് മസാജിന്റെ ഗണ്ണിന്റെ ബാറ്ററി അടിച്ചു തോന്നുന്നു. ഇപ്പൊ അതുകൊണ്ട് ഞാൻ കൈക്കൊരു സെപ്പറേറ്റ് ഇൻഷുറൻസ് എടുക്കുന്നുണ്ട് എന്റെ കൈക്ക്. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇനി അടുത്ത് തന്നെ ചെയ്യുന്നു, കുറച്ച് നേരം പറയാം. അല്ല പിന്നെ ഞാൻ നിനക്ക് നീ ജോലി കഴിഞ്ഞ് സ്ട്രെസ് ആയിട്ട് വരുമ്പോ ഞാൻ തലയിൽ എണ്ണയൊക്കെ ഇട്ട് മസാജ് ചെയ്തല്ല. ഞാൻ തലയിൽ എണ്ണ ഇട്ട് അതിന്റെ സ്ട്രെസ് ഞാൻ പറഞ്ഞ തലയിൽ എണ്ണ ഇട്ടിട്ട് അത് മസാജിന് ശേഷം വേണം ഇവളെ കുളിപ്പിക്കാൻ. എന്റെ ജീവിതത്തിൽ ഞാൻ അവളെ കുളിപ്പിച്ചിട്ടില്ല. കെയർ റൂമിലെ കണ്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അപ്പച്ചന്മാരെ കുളിപ്പിച്ചിട്ടുണ്ട്. അല്ലാതെ എന്റെ ജീവിതത്തിൽ ഒരാളെ കുളിപ്പിച്ചിട്ടില്ല. എന്നിട്ട് അത് കുളിപ്പിക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഫുഡ് കഴിക്കാൻ. എന്തോന്ന് നീ അടുത്ത ചിന്ത ചെയ്യാന്ന് പറഞ്ഞു, ഞാൻ കേക്കട്ടെ. ഇല്ല, ഇതൊക്കെയാണ് സത്യാവസ്ഥ. ഒരു ചുമ്മാ തള്ളുവാന്ന് ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ കൊണ്ട് കൊള്ളാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സാധനങ്ങളൊക്കെ എവിടെ ഇരിക്കുന്നതെന്ന് താമസിക്കാത്തോണ്ട് ഇവക്കറിയാൻ സാധനം ഇടുക. ആ സാധനം എടുത്ത് വെക്കും, വാക്യൂം ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യും. ബാക്കി ഇതൊന്നും തന്നെ കണ്ടിട്ടില്ല. ചുമ്മാ തള്ളുവാന്ന്. തന്നെ ജീവിതത്തിൽ ഇതുവരെ ബീഫ് കഴിച്ചിട്ടില്ല, പോർക്ക് കഴിച്ചിട്ടില്ല, മട്ടൻ കഴിച്ചിട്ടില്ല. ഞാൻ ഉണ്ടായോണ്ട് നീ ഇതെല്ലാം കഴിച്ച് എന്തുവാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഐസ് ഫിഷിങ്ങിന് പോയി മീൻ പിടിച്ചോടുന്നതോ. ഞാൻ 10-15 പിടിച്ചോണ്ട് വന്ന് എന്ത് ചെയ്യണോ പിടിച്ചോണ്ട് വന്ന് ഞാൻ വെട്ടി, ഞാൻ കറി വെച്ച് എന്റെ ഒരു അവസ്ഥ ആലോചിക്കണം. അങ്ങനെ പണ്ടായിരുന്നു ഇനി ആരെങ്കിലും കൊടുത്താൽ മതി, അവർ കുക്ക് ചെയ്തെന്ന്. ഇപ്പൊ അതും പറ്റത്തില്ല. ചുമ്മാ തള്ളുവാന്നേ. ഇതെല്ലാ കാര്യം ഞാനാ ചെയ്യുന്നത്. ഇനി അടുത്ത പറയാന്ന് വെച്ചാല് എല്ലാം ഞാൻ ഇവിടെ ഞാൻ യൂഷ്വലി എവിടെയെങ്കിലും പോവാണെങ്കിൽ യോജി ഓടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഞാൻ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പം ഞാൻ വണ്ടി ഓടിച്ച് എവിടെയെങ്കിലും കൊണ്ട് യോജി ഓടിക്കാന്ന് പറയുമ്പോഴും ഞാൻ പറയും വേണ്ട, എന്തിനാ വെറുതെ എന്തിനാ. അത് ഞാൻ എവിടെയെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് ഞാൻ വന്ന് പിക്ക് ചെയ്യണമെങ്കിലും ഞാൻ ഇരിക്കും. ഞാൻ പറയും സീറ്റൊന്നും മാറണ്ട, ഞാൻ ഓടിക്കുക എന്നല്ലേ ഞാൻ പറയുന്നത്. ഇത്ര സ്നേഹത്തോടെ ഉള്ള ഒരു ഭാര്യ. ഇത്രയും നാല് വ്ളോഗ് എടുത്തതിൽ കുറേ നേരം വണ്ടി എടുത്തിട്ടുണ്ട്, അവരെല്ലാവരെയും കണ്ടിട്ടുണ്ട്. നീ ഇതുവരെ വണ്ടി ഓടിക്കുന്നത് കണ്ടിട്ടില്ല. അത് വ്ളോഗ് എടുക്കുമ്പോൾ യോജിക്ക് ഒരു നാണം, അതുകൊണ്ടാ. ഞാൻ ഇവിടുന്ന് ഒരു 1 മണിക്കൂർ പോയി റഷ്യയിൽ പോയ സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഡെയിലി ആഴ്ച 5 ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കണം. അവിടുന്ന് വീണ്ടും ഞാനൊരു 1 മണിക്കൂർ ദൂരമുള്ള ഒരു സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്.
അവിടുന്ന് കമ്പനി പുള്ളി കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇത്രയും ട്രാവൽ ചെയ്യുന്നവൻ ഞാൻ പിന്നെ എല്ലാ വീക്കെൻഡും പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഞാൻ ഇവിടുന്ന് അവിടം വരെ അവിടുന്ന് ഇവിടം വരെ എവിടെയൊക്കെ പോകണം അവിടെ എല്ലാം ഞാനാ ഓടിക്കുന്നത്. ഒരു കാര്യം ചെയ്തില്ല ഈ പ്രഗ്നൻസി ഞാൻ പാട്ട് നീ രാവിലെ പുട്ടാണ് തള്ളി മറിക്കുക. ഈ പ്രഗ്നൻസിയില് ബുദ്ധിമുട്ട് ഇവരുള്ള എനിക്കായിരുന്നു മെന്റലി എനിക്കായിരുന്നു സ്ട്രെസ്, മെന്റലിയും ഫിസിക്കലി എനിക്കായിരുന്നു സ്ട്രെസ്. ഒരു പ്രഗ്നൻസിയിൽ ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടാകുന്ന ജീവിതത്തിൽ ഞാൻ അറിഞ്ഞിട്ടില്ല. അറിയണം, നീ അറിയണം, എല്ലാം അറിയണം. ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇത് വന്നാലും പരിപാടി ഇനിയൊരു പ്രഗ്നൻസി ഇല്ല. ഇതെല്ലാം ഉണ്ടാക്കുന്ന പറഞ്ഞു, ഉണ്ടാക്കണ പകുതി കൂടെ ഇല്ല ഇവിടെ വയറിരിപ്പുണ്ട്, വയറ്റിലാണ് പോകുന്നത്. എനിക്ക് അറ്റ്ലീസ്റ്റ് എക്സ്ക്യൂസ് എങ്കിലും ഉണ്ട് കൊച്ചുള്ളത്. നിന്റെ എക്സ്ക്യൂസ് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വണ്ണം വെക്കുന്നത്. മനസ്സിലായോ? അതെങ്ങനെ എനിക്ക് വേണം നിനക്ക് വിഷമാവണ്ട, നിനക്ക് വണ്ണം വെക്കുന്നത് ഡെയിലി എനിക്ക് ഒരു വിഷമവും ഇല്ല. സ്കെയിലിൽ കയറി എന്നിട്ട് കരച്ചില്ല. ഓ അത് പറയാൻ വിട്ടുപോയി. എന്തായാലും എനിക്ക് കൂടിപ്പോയ ഒരു 2-3 കിലോ ഒക്കെ കൂടിയിട്ടുള്ളു. അതിൻ്റെ പിന്നെ കുഴപ്പമില്ല, പെട്ടെന്ന് കുറയ്ക്കാം. 150 മുമ്പിൽ. അതിന് പിന്നെ ഞാൻ സ്ലിം ബ്യൂട്ടി ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. യോജി മാത്രം വണ്ണം വെച്ച് കയറുന്നത്. അപ്പോൾ യെസ്, ഞാൻ വണ്ണം വെക്കും, നിനക്ക് വിഷമമുണ്ടെന്ന്. ഓ എനിക്ക് ഒരു വിഷമവും ഇല്ല. അപ്പോൾ കൊച്ചിൻ്റെ ബാഗ് പാക്ക് ചെയ്യാൻ വേണ്ടി വ്ളോഗ് എടുക്കാൻ വേണ്ടി വിളിച്ചത് ഞാൻ. അപ്പോൾ അതും പറഞ്ഞാണ് ഞാൻ വിളിച്ചത്. അപ്പോൾ അയ്യോ ആളെത്തി. ആള് വരും മുമ്പ് ഞാൻ പെട്ടെന്ന് പ്രാങ്ക് ചെയ്ത് വീഡിയോ എടുക്കാൻ നോക്കിയതാ. അത് തിരിച്ച് കിട്ടി. വാലിയാൻ Then mommy goes to gym every day, right? Yeah. Oh, Yeah. Mommy's about to die. Battery കുറവല്ലേ? Battery low. Yeah. Mommy do exercise every day? Yeah. Mommy wake up in the morning? When? Oh yeah. And this day. Oh, that day. അത് പണ്ടായിരുന്നല്ലോ. 3 വർഷം മുമ്പ്. Dian, mommy wake up in the morning, do exercise, do cooking. Yeah. കണ്ട അവൻ കള്ളം പറയരുത്. കൊച്ചു പിള്ളേർ കള്ളം പറയത്തില്ല. കൊച്ചു പിള്ളേർ കള്ളം പറയത്തില്ല അല്ലേ? അപ്പോൾ ഡാൻസ് തുടങ്ങി. അവൻ്റെ ഭാഗം ഒരു ഡാൻസ് ഇരിക്കട്ടെ. എന്തോ സോറി ഗൈസ്, ഇളകി നിൽക്കുക. അപ്പോൾ എല്ലാവരോടും സേ താങ്ക് യു ഫോർ വാച്ചിങ് അവർ വ്ളോഗ്. Thank you for watching our vlog. പിന്നെ കാണാം. Bye guys. ഇളകി. അപ്പോൾ ബൈ. നമുക്ക് നമ്മുടെ ബാഗ് പാക്ക് ചെയ്യുന്ന വ്ളോഗ് കൂടി എടുക്കാം. അപ്പോൾ ശരി, ബൈ എവരിവൺ.